നമുക്ക് പ്രാർത്ഥിക്കാം. അധിക തേജസ്സുള്ള ആത്മാവിൻ്റെ ശുശ്രൂഷ ദൈവമക്കളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതിനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവാം ദൈവമേ, അവിടുന്ന് ഞങ്ങളെ എപ്പോഴും തിരുനാമത്തോട് അടുത്തു വരുവാൻ സഹായിക്കുന്നവൻ, തിരുനാമത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ ശക്തീകരിക്കുന്നവൻ, അവിടുത്തെ നാമഹത്വത്തിനായി ജീവിപ്പാൻ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും പരിജ്ഞാനത്തിൽ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമായി ജീവിക്കുന്നതിനാൽ സ്തോത്രം. ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ, സന്ദേശങ്ങളെ ഗ്രഹിപ്പാൻ അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ചരിത്രത്തിൽ നാം ചെയ്യുന്ന ഓരോ തീരുമാനങ്ങളും, ഡിസിഷൻസ്, അതാണ് മുന്നോട്ട് നമ്മെ വഴി നടത്തുന്നത്. നാം എടുക്കുന്ന തീരുമാനം വിശ്വാസത്തിലും പ്രത്യാശയിലും അത് കൂടുതൽ ഫലവത്തായി തീരുന്നതിന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അതിന്മേൽ കൽപ്പിക്കുകയും അത് പ്രായോഗികമാക്കി സമൃദ്ധകരമായ അനുഭവത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ചെയ്യുന്ന തീരുമാനങ്ങൾ വളരെ പ്രസക്തമാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേക ശുശ്രൂഷകന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക രൂപാന്തരം, അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ കർത്താവിനായി ജീവിപ്പാൻ തീരുമാനിച്ചു, ഞങ്ങൾ യേശുവിനായി ജീവിക്കും. ചിലർ പറയും തങ്ങളുടെ യൗവനകാലത്ത് സൃഷ്ടാവിനെ കണ്ടെത്തി. മറ്റു ചിലർ പറയും ജീവിതത്തിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ, സന്ദർഭത്തിൽ രൂപാന്തരമുണ്ടായി, മാനസാന്തരമുണ്ടായി. അവർ ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് മാറ്റിവെക്കും തോറും, നീക്കിവെക്കും തോറും അത് നമ്മെ കൂടുതൽ പിന്നീട് മനസ്സിലാക്കും നിരാശയിലെത്തിച്ചുവെന്ന്. ആത്മീയ വിഷയങ്ങളിൽ ചിലർ ചിന്തിക്കും, അല്പം വയസ്സായതിനു ശേഷം, പ്രായമായതിനു ശേഷം, മുതിർന്ന ശേഷം ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. എന്തിനാ ചെറുപ്പത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച്, യൗവനപ്രായത്തിൽ അല്ലെ ബാല്യത്തിൽ തന്നെ എന്തിന് ഇതൊക്കെ അറിയുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഒരിക്കലും വലിയ കൺവെൻഷൻ നടക്കുകയായിരുന്നു. ആ കൺവെൻഷനിൽ പ്രസംഗകൻ ആഹ്വാനം നൽകി തങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നവർ മുന്നോട്ട് വരിക. പലരും മുൻപോട്ട് വന്ന് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു. ആ കൂട്ടത്തിൽ ഒരു യുവാവായ ഒരു കുടുംബസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം മുട്ടുകുത്തി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു കുട്ടിയിരിക്കുന്നു, ഒരു ബാലകനിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ സ്വന്തം മകനാണ്. തിരിഞ്ഞു നോക്കി അപ്പൻ മോനോട് പറഞ്ഞു, ജോണി, യു ആർ ടു യങ്, പ്ലീസ് ഗോ ബാക്ക്. ജോണി, നീ കൊച്ചുകുട്ടിയാണ്, നീ ഇപ്പോഴും തീരുമാനം എടുക്കണ്ട, തിരിച്ചു പൊക്കോളൂ. അപ്പം പറഞ്ഞത് കേട്ട് മകൻ തിരിച്ച് ബെഞ്ചിൽ പോയി ഇരുന്നു. ജോണി പിന്നീട് മാനസാന്തരപ്പെടുന്നതാണ് 30 വർഷം കഴിഞ്ഞ്. അപ്പോൾ 38-ാമത്തെ വയസ്സിൽ ജോണി സാക്ഷിക്കുകയാണ്, 30 വർഷക്കാലം യേശുവിനെ അറിയുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ തടസ്സമായി നിന്നത് എൻ്റെ അപ്പനായിരുന്നു. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്ന തീരുമാനത്തെ ദൈവം എത്രമാത്രം മാനിക്കുന്നുവെന്ന് സഭാചരിത്രം നമ്മോട് പ്രഘോഷിക്കുന്നുണ്ട്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായിട്ട് ജീവിക്കുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ തുടർന്ന് പല വാക്യങ്ങൾ, മുഴുവൻ അധ്യായം തന്നെ നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്. 14-15 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചുവെന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു.
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു. ഇനി ജീവിക്കുന്നവർ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു. എന്തുകൊണ്ട് മരിച്ചു? ഉൽപ്പത്തി പുസ്തകം മുതൽ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാവുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുന്നതിന് ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ചു, ശുശ്രൂഷകന്മാരെ അയച്ചു. അനേക പ്രവർത്തനങ്ങളിലൂടെ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഒടുവിൽ തൻ്റെ പുത്രൻ മുഖാന്തരം വീണ്ടെടുപ്പിൻ്റെ ഒരു വലിയ ദൗത്യം, ഒരു രക്ഷണ്യവേല ദൈവം നിവർത്തിച്ചു. യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ട ഈ സത്യത്തെ നമ്മൾ പറയുന്നത് ദ പ്രോഗ്രസീവ് റെവലേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പടിപടിയായുള്ള വെളിപ്പെടുത്തലായിരുന്നു. മനുഷ്യന് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ കാലസമ്പൂർണത വന്നപ്പോൾ, അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് നാം അവനിൽ പുത്രത്വം പ്രാപിക്കേണ്ടതിനത്രേ. അതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ, ആഗ്രഹങ്ങളെ നിവർത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം ലോകത്തിലേക്ക് വന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ നീതിക്ക് സംബന്ധിച്ച് നാം ജീവിക്കേണ്ടതിന്, നീതീകരിക്കപ്പെട്ടവരായി നീതി നിമിത്തം ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ നീതീകരിക്കപ്പെട്ട മക്കളായി തീർന്നു. മതത്തിന് ചെയ്യാൻ കഴിയാഞ്ഞത്, റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിലൊക്കെ വായിക്കുന്ന പോലെ, ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ ക്രിസ്തു തൻ്റെ ജഡ ശരീരത്തിൽ നമുക്ക് വേണ്ടി പാവമായി തീർന്നു. അവൻ മരിച്ചു. ഇവിടെ മനുഷ്യൻ്റെ ആവശ്യത്തിന്മേൽ ദൈവം ഇടപെടുകയാണ്. അവൻ തന്നോട് തന്നെ, തന്നിലേക്ക് തന്നെ നോക്കി തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ദൈവം അവനെ രക്ഷിപ്പാനായി തന്നെ നമുക്കായിട്ട് നൽകി. സ്വാർത്ഥതയുള്ളവൻ, തൻകാര്യമുള്ളവൻ, തന്നെ തന്നെ നിയന്ത്രിക്കുന്നവൻ അവൻ ദൈവത്തിന് ശത്രുവാണ്. തന്നിലേക്ക് തന്നെ നോക്കി എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കാര്യം എന്ന് മാത്രം ചിന്തിക്കുന്നവർ ദൈവത്തിന് ശത്രുക്കളാണ്. അവരെ ലോകമാണ് ഭരിക്കുന്നത്. ലോകമയത്വത്തിൽ അവരായിരിക്കുന്നു. അവർക്ക് വീണ്ടെടുപ്പ് ആവശ്യമാണ്. അപകട ഒരു ചിന്താഗതിയെ മാറ്റുന്നതിന് പൗലോസ് ആഹ്വാനം നൽകുകയാണ് ഈ കൊരിന്ത്യർ ലേഖനത്തിലൂടെ. താൻ തന്നെ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആ വലിയ ദമസ്കോസിൻ്റെ പടിവാതിലെ ദർശനം, ജീവിതത്തിൻ്റെ രൂപാന്തരം തനിക്ക് സാക്ഷിപ്പാനിടയാക്കി. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, ഇനി തങ്ങൾ ജീവിക്കുന്നവർ ക്രിസ്തു തങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് അവർ ആത്മാവിനുള്ളവരാകുന്നു, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരാകുന്നു, യേശു ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ഉയർത്തെഴുന്നേറ്റ കർത്താവാകുന്നു. അവരുടെ ജീവിതം ദൈവത്തോട് അനുരൂപപ്പെട്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ടതാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരിതാ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ജഡികമായ മരണം ഒരു താൽക്കാലികമായ വേർപാട് മാത്രമായിരിക്കും. അത് ജീവിതത്തിൻ്റെ യാത്രയിൽ, കാലഘട്ടത്തിൽ, അല്ലെ പോക്കിൽ ആവശ്യമുള്ള, ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യം മാത്രം. എന്നാൽ അതിനപ്പുറമായിട്ടൊരു ജീവിതത്തെ കാണുന്നു. ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പുത്രത്തിൻ്റെ അവകാശത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ പറയും, രാത്രി കഴിഞ്ഞു, ഇനി ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമുക്ക് വിട്ടൊഴിയാം. സെയിൻറ്റ് അഗസ്റ്റിൻ റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലൊക്കെ വായിക്കുന്ന ഈ ഭാഗങ്ങൾ വായിച്ചാണ് മാനസാന്തരപ്പെട്ടത്. അദ്ദേഹത്തിന് ദർശനമുണ്ടായി. പുസ്തകം എടുത്ത് വായിക്കുക, ടേക്ക് ദാറ്റ് ബുക്ക് ആൻഡ് റീഡ് എന്ന സന്ദേശം ലഭിച്ചു. രാത്രി കഴിഞ്ഞു, പകൽ ഇതാ അടുത്തിരിക്കുന്നു. ഇനിയും രാത്രിയുടെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ നാം വിട്ടൊഴിയുക. ഇനി എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കുക. അതാണ് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്കൊരു കാര്യവിചാരകത്വമുണ്ട്. യേശുവിന് വേണ്ടി ജീവിക്കുക,
യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുക. നാം ഓരോരുത്തരോടും ചോദിച്ചാൽ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ചിലർ പറയും ചുമ്മാ അങ്ങ് ജീവിക്കുക. മറ്റു ചിലർ പറയും എനിക്ക് ലക്ഷ്യമുണ്ടോ, ഞാൻ ഇന്നതായി തീരാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ജീവിക്കുന്നു. പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പറയും ഞാൻ പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടണം, ജോലി കിട്ടിയാൽ പൈസയൊക്കെ രൂപ കിട്ടണം, ശമ്പളം കിട്ടണം, രൂപ കിട്ടിയാൽ പിന്നെ കുടുംബം വേണം, പിന്നെ വീട് വെക്കണം, പിന്നെ കുറച്ച് നാളെങ്കിലും ജീവിക്കണം, പിന്നെ മരിക്കുക. അത്രയേ ഉള്ളൂ ജീവിതം. അതിനപ്പുറം എന്താ? എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലോട് ചോദിക്കുകയാണ്, എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകളാണ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുന്നു. ഞാൻ പഠിച്ചെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ജയിച്ചെങ്കിലേ എനിക്ക് ജോലി കിട്ടത്തുള്ളൂ, ജോലി കിട്ടിയെങ്കിലേ എനിക്ക് രൂപ കിട്ടത്തുള്ളൂ, ശമ്പളം കിട്ടത്തുള്ളൂ, ശമ്പളം കിട്ടിയെങ്കിലേ എനിക്ക് വല്ലതും വാങ്ങിച്ച് കഴിക്കാനൊക്കത്തുള്ളൂ, വല്ലതും കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവൻ നിലനിർത്താനൊക്കത്തുള്ളൂ, ജീവിക്കാനൊക്കത്തുള്ളൂ, ജീവിച്ചെങ്കിൽ മാത്രമേ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ പറ്റത്തുള്ളൂ. ഇതായിരിക്കും ഒരു ദൈവപൈതലിൻ്റെ മനോഭാവം. രണ്ട് കൂട്ടരും ഒരുപോലെ ഭക്ഷണം കഴിക്കുന്നു, ജീവിക്കുന്നു, എല്ലാ കാര്യങ്ങളുമുണ്ട്. എന്നാൽ രണ്ട് മനോഭാവം, രണ്ട് അപ്രോച്ച്, രണ്ട് സമീപനം, അതാണ് നാം ഇവിടെ കാണുന്നത്. ജീവിതത്തിൻ്റെ ദർശനം എന്താണ്, കാഴ്ചപ്പാടെന്താണ്, മനോഭാവം എന്താണ്, കാര്യങ്ങളെ നാം എങ്ങനെ വീക്ഷിക്കുന്നു, അതിനെ ആശ്രയിച്ചിരിക്കും ജീവിത ലക്ഷ്യമെന്താണ്. ഒരു കാര്യം നമുക്കറിയാം, സകലവും ദൈവത്തിൻ്റെ ദാനമാകുന്നു. ലഭിച്ചതല്ലാതെ നമുക്ക് എന്തു പറയാനുണ്ട്? നമ്മുടേതെന്ന് എൻ്റേതെന്ന് അവകാശപ്പെടുവാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നഗ്നനായി ഞാൻ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന ഒന്നും നാം തിരിച്ചു കൊണ്ടുപോകില്ല. ഇവിടുത്തെ പണമാകട്ടെ, പ്രശസ്തിയാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, നാം ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ ഇതൊന്നും തന്നെ കൊണ്ടുപോകില്ല. എന്നാൽ നിത്യതയെന്നുണ്ടെങ്കിൽ, സ്വർഗരാജ്യമെന്നുണ്ടെങ്കിൽ, യേശുവിനോടൊപ്പം നിത്യതയുണ്ടെങ്കിൽ ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനം ആകുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു, നാം അവൻ്റെ അവകാശികളാകുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല, ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. മാതാപിതാക്കൾ തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മക്കൾ കൂടി ജീവിക്കുന്നു. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തകരാണേലും അവർ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതിക്കായി അവർ പ്രവർത്തിക്കുന്നു. എല്ലാവരും തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയാൻ ഒരു ഗ്രൂപ്പ് നമുക്കില്ല. ചിലർ ചിന്തിക്കും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന്. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ ആത്യന്തികമായി അവർ തങ്ങൾക്ക് വേണ്ടി അല്ല ജീവിക്കുന്നതെന്ന് ചരിത്രം നമുക്കറിയാം. യാഥാർത്ഥ്യം അതാണ്. ഇവിടെ ഒരു സാക്ഷ്യമുള്ളത്, പൗലോസിന്റെ സാക്ഷ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ലവ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു. എന്താണ്? യേശു ഒരു യാഥാർത്ഥ്യമാണെന്ന് കണ്ടു, യേശു ജീവിക്കുന്നെന്ന് മനസ്സിലാക്കി. വെറും തത്വചിന്തയോ ഉപദേശങ്ങളോ കാര്യങ്ങളോ ഗ്രഹിച്ചിട്ടല്ല, ഒരു മതഭ്രാന്തല്ല. മതഭ്രാന്തായിരുന്നെങ്കിൽ നല്ല യഹൂദനായിട്ട് തനിക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ അറിയാമായിരുന്നു. ആ ഒരു ആവേശത്തിലാണ് യെരുശലേമിലുള്ള വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിന് ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അതിനപ്പുറമായി താൻ യഥാർത്ഥത്തിൽ ഒരു ദൈവമകനായി തീർന്നു. അതുകൊണ്ട് മനുഷ്യരെക്കുറിച്ചൊരു പുതിയ ദർശനം തനിക്ക് ലഭിച്ചു. ഇപ്പോൾ താനിതാ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്നത് മതഭ്രാന്തി കൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ പുതിയൊരു അധ്യായം, പുതിയൊരു ദർശനം തനിക്ക് ലഭിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ, 14-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവരും മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു. പാപത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു. ഇനിയും ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. കർത്താവ് ഏതു കാര്യത്തിന് വേണ്ടി ലോകത്തിലേക്ക് വന്നോ, എന്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിച്ചോ, എങ്ങനെ പ്രവർത്തിച്ചോ, അതേ മാതൃകയിൽ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുവാൻ, എൻ്റെ അനുകാരികളായി തീരുവീൻ സെൻറ്റ് പോൾ ആഹ്വാനം നൽകുക. അനുകരിക്കുക, അവനെ ഇമിറ്റേറ്റ് ചെയ്യുക, ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുക. ക്രിസ്തു എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുക, യേശു ചെയ്തതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇവിടെ നമുക്ക് തരുന്ന ആഹ്വാനം. അത് ഞങ്ങളെ കമ്പൽ ചെയ്യുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഈസ് കമ്പല്ലിങ് us, കൺസ്ട്രെയിനിങ് us, മോട്ടിവേറ്റിംഗ് us, ഇൻസ്പയറിങ് us. നമ്മളെ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്നു. ഈ സ്നേഹമാണ് ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം.
യേശുവിൻ്റെ മനോഭാവത്തിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിനഗോഗിൽ വെച്ച് ഒരിക്കൽ യേശു കൂനിയായ ഒരു സ്ത്രീയെ കാണുന്നു. ആ കൂനിയായ സ്ത്രീ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. ലൂക്കോസ് 13:10 മുതൽ 17 വരെ. അവിടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അതുകൊണ്ട് ആരാധിപ്പാനായിട്ട് വന്നു. അവളുടെ അസുഖത്തിൽ നിന്ന്, അവളുടെ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൾക്ക് സൗഖ്യമാക്കിയപ്പോൾ നന്ദി പറയുന്നതായിട്ട് കാണാം. അവള് കൂനിയായിരുന്നു, വളരെ കഷ്ടം സഹിച്ചു, നേരെ നിവർന്നു നിൽക്കാൻ വയ്യ. ഈ സമയത്ത് യേശു അവളെ തൊട്ടു. ഇത് കണ്ടു നിന്ന മഹാപുരോഹിതന്മാരും ദേവാലയത്തിലെ പള്ളിപ്രമാണിമാരൊക്കെ പറഞ്ഞു, ഇത് ശബത്താകുന്നു, ശബത്തിൽ ഈ പണി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് അവർക്ക് മറുപടി കൊടുക്കുകയാണ്, 18 വർഷക്കാലം സാത്താൻ പിടിച്ചു വെച്ച് അടിമയായിരിക്കുന്ന അബ്രഹാമിൻ്റെ ഈ മകൾക്ക് സ്വാതന്ത്ര്യം, സൗഖ്യം കൊടുക്കുന്നതാണോ നല്ല കാര്യം? എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ കാളയും കഴുതിയൊക്കെ ഇല്ലേ? ഈ കാളയും കഴുതിയൊക്കെ അയച്ചുകൊണ്ട് പോയി നിങ്ങൾ വെള്ളം കൊടുക്കത്തില്ലേ? അപ്പോൾ അതിനേക്കാൾ മോശമാണോ സ്ത്രീ? അതുകൊണ്ട് ന്യായമായിട്ടുള്ളതെന്ത്, സത്യമായിട്ടുള്ളതെന്ത്, ഉള്ളതെന്ത്, പ്രായോഗികമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യേശു അവർക്ക് പുതിയൊരു ദർശനം കൊടുക്കുകയാണ്. യേശു മനസ്സലിഞ്ഞു. ഈ സ്ത്രീയെ കൂനിയായ സ്ത്രീയെ സിനഗോഗിൽ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു. അവളെ വിളിച്ചു, അവളെ സൗഖ്യമാക്കി, അവളെ സ്പർശിച്ചു, അവളെ എഴുന്നേൽപ്പിച്ചു. അവിടെ കൂടി നിന്നവരോട് തക്ക മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ യേശുവിൻ്റെ വിരോധികൾ നാണിച്ചു. അവൻ്റെ വാക്കിൽ, അവൻ്റെ ഉപദേശത്തിൽ. പുരുഷാരമോ സന്തോഷിച്ചു. ഒരു വിടുതൽ നടന്നപ്പോൾ പുരുഷാരം സന്തോഷിച്ചു. മതത്തിൻ്റെ ആളുകൾക്ക് അതൊരു ഭീഷണിയായി തീർന്നു. കാരണം അവർ പറഞ്ഞിട്ടല്ല ചെയ്തത്. വീണ്ടും നമ്മൾ കാണുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, അതുകൊണ്ട് ജീവിക്കുന്ന തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കുന്നു എന്ന് കാണുന്നു. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരു പുതിയ കാര്യവിചാരകത്വം ലഭിക്കുകയാണ്. നമുക്ക് 19-ാമത്തെ വാക്യത്തിൽ കാണാം, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചുമിരിക്കുന്നു. നിരപ്പിൻ്റെ വചനം, സുവിശേഷം, ദൈവത്തിൻ്റെ വചനം, ഒരു കാര്യവിചാരകത്വം, സ്റ്റിവർഷിപ്പ് ഏൽപ്പിക്കുകയാണ് ദൈവം. സുവിശേഷത്തിൻ്റെ കാര്യവിചാരകത്വം. ഈ 18-ാം വാക്യത്തിൽ, 16-ാം വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു, എന്നാൽ ഇനിമേൽ അങ്ങനെയല്ല. യേശു ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയാകുന്നു. 17-ാം വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതത് പുതുതായി തീർന്നിരിക്കുന്നു. പുതു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ലോകത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാടാണ്. പല ഉത്തരവാദിത്തങ്ങൾ വരിക, ഒരു പ്രിവിലേജ് വരുമ്പോൾ, ഒരു പദവി ലഭിക്കുമ്പോൾ അതോടൊപ്പം ഉത്തരവാദിത്വം ലഭിക്കുകയാണ്, ഏൽപ്പിക്കപ്പെടുകയാണ്. നേരത്തെ മനുഷ്യരെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തിൽ ഒരു സാധാരണ മനുഷ്യന്, ലൗകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ച് ഇരുകാലി മൃഗങ്ങൾ, അല്ലെ സാധാരണ മനുഷ്യർ ഇപ്പോൾ ഇങ്ങനെ നടക്കാം, ആരാണ്ട് പോകുന്നു, കുറേ മനുഷ്യർ എന്ന് മാത്രം കണ്ടിരുന്നുവെങ്കിൽ, ഒരു വിശ്വാസിയായി കഴിയുമ്പോൾ ചിന്തിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച എന്നെ ദൈവം സൃഷ്ടിച്ചു, ഞാൻ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ മറ്റു മനുഷ്യരെക്കുറിച്ചും എനിക്കൊരു ദർശനം വേണം. മറ്റു മനുഷ്യരെക്കുറിച്ചൊരു പുതിയ അപ്രോച്ച്, ഒരു പുതിയ സമീപനം. ദൈവത്തിൻ്റെ രക്ഷണ്യവേലയോടൊരു ബന്ധത്തിൽ മറ്റുള്ളവരെയും കാണുന്നു. പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിപ്പാൻ, അവരും ഈ ബന്ധത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാകുന്നു. 18-ാമത്തെ വാക്യത്തിൽ ഇത് കാണുന്നത്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെയും കാരണഭൂതൻ ദൈവം തന്നെയാണ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലയോ, ക്രിസ്തുവല്ലയോ തിരുവുള്ളമുണ്ടായി നിങ്ങൾ നിവർത്തിക്കുന്നത്? ഇത് മനുഷ്യൻ്റെ ശക്തി കൊണ്ടല്ല, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടല്ല, ആലോചന കൊണ്ടല്ല. ക്രിസ്തു മൂലം നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു ശുശ്രൂഷയ്ക്കായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തുടർന്ന് നമ്മൾ കാണുന്ന 20-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. സുവിശേഷത്തിൻ്റെ കാര്യവിചാരകത്വം ലഭിക്കുമ്പോൾ നാം ഒരു പുതിയ പദവിയിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു ഇന്ന് ജഡപ്രകാരം ഈ ലോകത്തിലില്ല,
പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ ക്രിസ്തു തൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ മറ്റുമൊക്കെ നമ്മൾ കാണുന്ന പോലെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനായിരിക്കും. അവൻ ആശ്വാസപ്രദനാണ്, അവൻ ശക്തീകരിക്കുന്നതിനാണ്, അവൻ സാക്ഷ്യം വഹിപ്പാൻ നിങ്ങൾക്ക് ശക്തി തരുന്നവനാണ്. പരിശുദ്ധാത്മ ശക്തിയിൽ, കൃപയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. യേശു അവൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിൽ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. ഇന്ന് വിശ്വാസിയിലൂടെ ക്രിസ്തു പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസി ഇന്ന് ആക്കിയിരിക്കുന്നത്. സുവിശേഷം അറിയിക്കാൻ യോഗ്യതയില്ലാത്ത മനുഷ്യനെ ക്രിസ്തു തൻ്റെ ഉയർത്തലിപ്പിൻ സാന്നിധ്യത്തിൽ ഓരോ വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തി വ്യക്തിയിൽ ജീവിച്ച് ആ വ്യക്തിയെ അതിന് യോഗ്യതയുള്ളവനാക്കി തീർക്കുക. അവൻ നീതീകരിക്കപ്പെട്ടവനായി ദൈവസന്നിധിയിൽ ദൈവത്തിന് പകരം അപേക്ഷിപ്പാൻ, ക്രിസ്തുവിന് പകരം അപേക്ഷിപ്പാൻ ആക്കി വച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. വീണ്ടും 21-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു പാപമില്ലാത്തവനാ. പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുതിയ പദവി നമുക്ക് തന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ദൈവം പാപമാക്കി കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടന്ന് നിലവിളിക്കേണ്ടി വന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അവൻ അങ്ങനെ നിലവിളിച്ചത് കൊണ്ട് ഇന്ന് വിശ്വാസിക്ക് എന്തുകൊണ്ടെന്നെ കൈവിട്ടു നിലവിളിക്കേണ്ട കാര്യമില്ല. ചില സന്ദർഭങ്ങളിലൊക്കെയും ചില പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപക്ഷെ വിശ്വാസികൾ വിളിച്ചു പറയും, നിലവിളിക്കും, എന്നെ കൈവിട്ടതെന്ത്? എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ തന്മേലാക്കിക്കൊണ്ട് അവൻ പരിഹാരം ഏറ്റെടുത്തതുകൊണ്ട് ഇനി നാം അത്തരത്തിലുള്ള ഒരു നിലവിളിയുടെ ആവശ്യമില്ല. ഇനിയും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്കില്ല. യേശു നമുക്ക് വേണ്ടി അത് കാൽവറിയിൽ നിർവഹിച്ചു കഴിഞ്ഞു. പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും മാർഗത്തിൽ യേശു അധികം സഹിച്ചു. ക്രൂശിൽ നമുക്ക് വേണ്ടി പരിഹാസം സഹിച്ചു. അർദ്ധനഗ്നനായ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അതുകൊണ്ട് വിശ്വാസികൾ ഇനിയും അങ്ങനെ ഒരു പരിഹാസ വിഷയമാകേണ്ട ആവശ്യമില്ല. അവൻ ക്രൂശിൽ ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചു. വിശ്വാസിക്ക് ഇതാ ജീവിതത്തിൻ്റെ നദി ഒഴുക്കിക്കൊടുത്തുകൊണ്ട് ദൈവമക്കൾക്ക് ഇനിയും ദാഹിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ക്രൂശീകരണത്തിൽ അന്ധകാരം ഭൂമിയെ മൂടി. ഇനിയും അന്ധകാരത്തിൻ്റെ അനുഭവത്തിലൂടെ നാം പോകേണ്ടതില്ല. ക്രിസ്തുവിനെ പാപമാക്കിയത് കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കപ്പെടേണ്ടതിനെ പാപമാക്കിയത് കൊണ്ട് നാം ഇനിയും തനിയെ ആരുമില്ലാത്തവരെ പോലെ ഏകാന്തനായി കാൽവറിയിൽ യേശു കയറിയതുപോലെ ഏകാന്തത അനുഭവിക്കേണ്ടതില്ല. അവൻ്റെ പഞ്ചമുറിവുകളാൽ വേദന അനുഭവിച്ചുവെങ്കിൽ ആ വേദന സഹിപ്പാൻ ഇനി മനുഷ്യന് ആവശ്യമില്ല. കാരണം ഒരിക്കലായി അവൻ ആ വേദന ഏറ്റെടുത്തു കഴിഞ്ഞു. പാപമില്ലാത്തവനെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ഈ പാപത്തെ കാണുന്നത് ലഘുവായിട്ടാണ്. അത് ചില തെറ്റുകൾ മാത്രമാണ്, ഞങ്ങളുടെ ചില ബലഹീനതകൾ മാത്രമാണ്, ഞങ്ങളുടെ ചില കോംപ്ലക്സുകൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാപം ചെയ്തു, തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഞാനൊരു കുഴപ്പവുമില്ലാത്തവനാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന രീതിയിലാണ് അനേകരുടെയും ചിന്ത. സകലർക്കും വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തെ ഏതൊരു മനുഷ്യൻ അംഗീകരിക്കുന്നോ അവൻ്റെ ജീവിതത്തിൽ 2 കൊരിന്ത്യർ 5:17 വാക്യത്തിൽ നമ്മൾ പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹ സ്വഭാവത്തിന് ഇന്നും മാറ്റമില്ല. അവൻ ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തിന് മാറ്റമില്ല. ക്രൂശ് ദൈവം എത്രമാത്രം പാപത്തെ ന്യായത്തോടെ വീക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കാൽവറിയിലെ കുരിശ്. കുരിശിലൂടെ ദൈവം പാപത്തെ ഡീൽ ചെയ്തു, സീരിയസ് ആയിട്ടെടുത്തു, ഗൗരവമായിട്ട് അതിനെ കൈകാര്യം ചെയ്തു. എന്നാൽ തൻ്റെ ക്രൂശീകരണത്തെയും തൻ്റെ കഷ്ടപ്പാടിനെയും വേദനയും കണ്ടുകൊണ്ട് മനുഷ്യൻ അയ്യോ കഷ്ടമായി പോയി, ഇത്രയും ആവശ്യമായിരുന്നോ എന്നൊരു സിമ്പതി ഇന്ന് ആവശ്യമില്ല. യേശുവേ നീ ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചല്ലോ, ഒരു അനുകമ്പ കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ കണ്ടുകൊണ്ട് തൻ്റെ ക്രൂശീകരണത്തിങ്കൽ നടന്നു പോയപ്പോൾ കുറച്ച് സ്ത്രീകൾ കരയുന്നത് കണ്ടപ്പോൾ യേശുക്രിസ്തു അവരെ നോക്കി പറയുകയാണ്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ
എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് പറയും. നിശ്ചയമായിട്ടും കാൽവരിയുടെ കുരിശ് ഒരു ആഫ്റ്റർ തോട്ട്, അതായത് ദൈവം പിന്നീട് ചിന്തിച്ചു, മനുഷ്യനെല്ലാം കുഴപ്പത്തിലായി, ഇനി ഒരു കുരിശ് അയച്ചേക്കാം, അല്ലെങ്കിൽ പുത്രനെ അയച്ചേക്കാം. അതല്ല, അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? വീണ്ടെടുപ്പിൻ്റെ സ്വഭാവമാണ്, സ്നേഹിക്കുന്നവനാണ്, തേടി വരുന്നവനാണെന്ന് കാണിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് കുറച്ച് ഓപ്പറേഷൻ്റെയൊക്കെ ഒരു അസുഖം വന്ന് ഓപ്പറേഷൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ദീർഘനേരം ഈ കുട്ടിയെ കാത്ത് പുറത്ത് സഭാ ശുശ്രൂഷകനും കുട്ടിയുടെ മാതാപിതാക്കളും ഒക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ ദീർഘനേരത്തെ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ പുറത്തു വന്നു. എന്നിട്ട് ഈ പിതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സമയത്ത് പറഞ്ഞു, ദേഹത്തിൻ്റെ പകുതി ഭാഗത്തും ഒരുപാട് മുറിവുകൾ, പല ഓപ്പറേഷനുകൾ നടത്തേണ്ടി വന്നു, തുന്നിക്കെട്ടേണ്ടി വന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിതാവ് പറയുകയാണ്, അപ്പോൾ എൻ്റെ കുട്ടിക്ക് അത്രമാത്രം ഭീകരമായ അസുഖങ്ങളായിരുന്നോ? ഡോക്ടർ പറഞ്ഞു, അതെ, സീരിയസ് ആയ ഗൗരവമേറിയ അസുഖമായിരുന്നു, അതുകൊണ്ട് അതിന് സൗഖ്യം ആവശ്യമാണ്. പിതാവ് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഇത്രയും അസുഖമായിരുന്നുവെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ടും വേദന സഹിച്ചല്ലോ. ലോകം അത്രമാത്രം വേദന നിറഞ്ഞത്, അസുഖം നിറഞ്ഞതായിരുന്നു. ആ ലോകത്തെ വീണ്ടെടുക്കുവാൻ പുത്രൻ അത്രമാത്രം, ദൈവത്തിൻ്റെ പുത്രൻ അത്രമാത്രം വേദന സഹിക്കേണ്ടി വന്നു, മുറിവ് സഹിക്കേണ്ടി വന്നു. എന്തിന്? മനുഷ്യവർഗത്തിൻ്റെ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവം താൻ ഈ വേദനകളൊക്കെയും ഏറ്റെടുത്തു. നാം ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടത്, ഒന്ന് സുവിശേഷത്തിൻ്റെ ഒരു കാര്യവിചാരകത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള ഒരു കാര്യവിചാരകത്വം. ലോകത്തിൽ അനേക മനുഷ്യരുണ്ട്, യേശുവിനെ അറിയാത്ത അനേകരുണ്ട്. അവരെക്കുറിച്ച് ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. യേശുവിൽ ഉള്ള പുതുജീവൻ്റെ അനുഭവത്തിൽ പ്രവേശിച്ച ഓരോരുത്തർക്കും ഈ അനുഭവത്തിലേക്ക് പ്രവേശിക്കാത്ത നൂറുകണക്കിന് ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. സുവിശേഷം അറിയാതെ, നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയില്ലാതെ, ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ, മരണശേഷം എന്ത് സംഭവിക്കുമെന്നറിയാതെ, ദൈവത്തെ അന്വേഷിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളും അനേക കേന്ദ്രങ്ങളും സന്ദർശിച്ച് അനേക പണം ചിലവാക്കി ശാരീരിക കഷ്ടങ്ങൾ, ദണ്ഡനങ്ങൾ ഏൽപ്പിച്ച് രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ഓടി നടക്കുന്ന വലിയൊരു ജനതയെ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാം. അവർക്ക് രക്ഷയുടെ സുവിശേഷം ആവശ്യമാണ്. അവരെക്കുറിച്ച് നമുക്കൊരു കരുതലുണ്ടായിരിക്കണം, സഭയ്ക്കുണ്ടായിരിക്കണം, വിശ്വാസികൾക്കുണ്ടായിരിക്കണം. ഒരിക്കൽ യേശു യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വരുമ്പോൾ ഹോശന്നാ പാടിക്കൊണ്ട് വലിയൊരു പുരുഷാരം അവനെ എതിരേറ്റു. ശബ്ദം അങ്ങ് ആരമാര ഉച്ചത്തിലായി. അപ്പോൾ അവിടെയുള്ള മത നേതാക്കന്മാരൊക്കെ പറഞ്ഞു, നീ നിന്റെ ശിഷ്യരോട് പറ, മിണ്ടായിരിക്കാൻ പറ, ഇത്രയും ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറ. അപ്പോൾ യേശുവർക്ക് മറുപടി കൊടുത്തത് ഇങ്ങനെ, ഇവർ ആർത്തില്ലെങ്കിൽ, ഇവർ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ, ഇവർ ഹോശന്നാ പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ, തെരുവിലെ കല്ലുകൾ ആർക്കും? വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഹോശന്നാ പാടേണ്ടവർ, ഹല്ലേലൂയ പാടേണ്ടവർ, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവർ, സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളാകേണ്ടവർ, ഉത്തരവാദിത്വത്തോടുകൂടി ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകേണ്ടവർ ആ ദൗത്യം ഏറ്റെടുത്തില്ലെങ്കിൽ കല്ലുകൾ ആ ദൗത്യം ഏറ്റെടുക്കും. ദൈവത്തിന് വേറെ പദ്ധതികൾ കണ്ടുപിടിക്കും. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും മൂന്നാമതൊരു ദൗത്യം നമുക്ക് കാണാം. 10-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 5:10 വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ജീവിതമേ നമുക്കുള്ളൂ. only one life, ഒരേ ഒരു ജീവിതം മാത്രം. only one life and soon it will pass away and what is done for Christ will last. ജിം എലിയറ്റിൻ്റെ വാക്കുകളാണ്. ഒരേ ഒരു ജീവിതം മാത്രം. ക്രിസ്തുവിന് വേണ്ടി നാം എന്ത് ചെയ്തുവോ അത് മാത്രം നിലനിൽക്കും, ബാക്കിയെല്ലാം നശിച്ചു പോകും. ഒരേ ഒരു ജീവിതം മാത്രം. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്
ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇതാ മരണശേഷം, ജീവിതത്തിനപ്പുറം മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ സമയത്ത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ക്രിസ്തു വിധികർത്താവായിരിക്കുമ്പോൾ അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ജോലിയുണ്ട്. അവിടെ ഉത്തരവും പറയേണ്ട ഒരു ജോലിയുണ്ട്. എന്ത് ചെയ്തു? ഈ ജീവിതം കൊണ്ട് എങ്ങനെ ചെയ്തു? 24 മണിക്കൂർ ഒരു ദിവസം ജപിച്ചു, ഇത്ര വർഷക്കാലം ജീവിച്ചു. ഇപ്പോൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് കണക്കാക്കിയാൽ 24 മണിക്കൂർ കിട്ടുന്നു. 50 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 40 വയസ്സ് വരെ ഇങ്ങനെ ജീവിച്ചു. എങ്ങനെ ആയുസ്സിനെ കൈകാര്യം ചെയ്തു? നിത്യതയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ മുൻപാകെയുള്ള ചോദ്യമാണ്. ഇതിന് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ചിലർ പറയും, എത്രയോ കാലമായി പ്രവർത്തനമൊക്കെ നടക്കുന്നു, എത്രയോ ആളുകൾ അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു, എന്നിട്ടും വലിയ പ്രവർത്തനം കാര്യമായിട്ടൊന്നുമില്ലേ? അവർ ചോദിക്കുന്നതിന് പ്രസക്തിയില്ല. ലോകത്തിന്ന് കാണുന്ന നന്മയും അനുഗ്രഹങ്ങളും ഒക്കെയും നാം ദർശിക്കുന്നത് യേശു മൂലം, യേശുവിനെ പിൻപറ്റിയ ജനങ്ങൾ മൂലമുണ്ടായതാ. യേശുവിൻ്റെ ശിഷ്യന്മാർ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിച്ചതുകൊണ്ട് അനേക ജനങ്ങൾ രൂപാന്തരപ്പെട്ടത്. സുവിശേഷമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ച്, യേശു വരാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ച്, യേശുവിൻ്റെ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് എത്ര അധംപതിച്ച അവസ്ഥയായിരിക്കും അത്. അതുകൊണ്ട് എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുവോ, എവിടെ ദൈവരാജ്യത്തിൻ്റെ വേല നടന്നുവോ, അവിടെ ദൈവം തൻ്റെ വേല നിവർത്തിച്ചിട്ടുണ്ട്, ദൈവാത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. നാം ചെയ്യുന്ന ഓരോ വേലയെയും ദൈവം ആദരിക്കുന്നു. ദൈവരാജ്യം നിമിത്തം നാം ഒരു ചെറുവരലെങ്കിലും അനക്കിയാൽ ദൈവം അതിനെ മാനിക്കാതെ പോവുകയില്ല. ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ അതിൻ്റെ കണക്കിടും, അതിന് പ്രതിഫലം തരാതെ പോവുകയില്ല. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അവ ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നിരീശ്വരവാദികളുടെ ആളുകൾ പറയും, ഇത്രമാത്രം പ്രവർത്തിച്ചിട്ടും എന്തോ നടന്നു. ഒരു ബാർബറും പാസ്റ്ററുമായിട്ട്, സഭാശുശ്രൂഷകരുമായിട്ട് സംഭാഷണം നടന്നു. സഭാശുശ്രൂഷകൻ്റെ തലമുടി വെട്ടാനായിട്ട് ബാർബർ ഷോപ്പിൽ പോയതാണ്. അപ്പോൾ തലമുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാബർ ചോദിച്ചു, നിങ്ങളെപ്പോലുള്ള സഭാശുശ്രൂഷകർ എത്രയോ നാളായി ഇങ്ങനെ കിടന്ന് പ്രവർത്തിക്കുന്നു, എന്നിട്ടും പിന്നെ ലോകം വേണ്ട പോലെ നന്നായില്ലല്ലോ, എന്താ അതിൻ്റെ ഒരു പരിഹാരം? അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. പ്രവർത്തിക്കുന്നുണ്ട്, ഒത്തിരി പേര് നന്നാകുന്നുണ്ട്, രൂപാന്തരം ഉണ്ടാകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റൊരവസരത്തിൽ ഈ പാസ്റ്ററും ഈ സഭാശുശ്രൂഷകരും ബാർബറും കൂടെ വീണ്ടും തെരുവിലൂടെ നടക്കുകയാണ്, വർത്തമാനമൊക്കെ പറഞ്ഞു. പോകുന്ന വഴിയിൽ ഒരു തലമുടി നീട്ടി വളർത്തിയ വൃത്തികെട്ട ഒരു വേഷത്തിൽ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, ഈ സഭാശുശ്രൂഷകൻ പാസ്റ്റർ ബാർബറിനോട് ചോദിച്ചു, എത്രമാത്രം ബാർബർമാർ ഈ രാജ്യത്തുണ്ട്, ഈ ദേശത്തുണ്ട്, എന്നിട്ട് തന്നെ തലമുടിയും നീട്ടി വളർത്തി വൃത്തികെട്ടവനായിട്ട് ഇവൻ നടക്കുന്നത്, ഇവൻ്റെ തലമുടി തന്നെ പിടിച്ച് വെട്ടിച്ച് കളയരുതോ? തലമുടി വെട്ടി വൃത്തിയാക്കി ഇവനെ മുന്നോട്ട് വിടരുതോ? ഒരുക്കി വിടരുതോ? അപ്പോൾ ഈ ബാബർ പറഞ്ഞു, അതിന് പുള്ളി ഒരു ചാൻസ് ഞങ്ങൾക്ക് തരണ്ടേ? ഞങ്ങളുടെ കടയിൽ വന്നതല്ലേ ഞങ്ങൾക്ക് തലമുടി വെട്ടാനൊക്കെ ഉള്ളൂ. അവരൊരു ചാൻസ്, ഒരവസരം ഞങ്ങൾക്ക് തന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം, എന്തുകൊണ്ട് അനേക മനുഷ്യരും രക്ഷപ്പെടുന്നില്ല അല്ലെ നന്നാകുന്നില്ല എന്ന് ഈ സഭാശുശ്രൂഷനോട് ബാർബർ ചോദിച്ച കാര്യം പാസ്റ്റർ ഓർത്തു. അപ്പോൾ സഭാശുശ്രൂഷൻ പറഞ്ഞു, ഇത് തന്നെ മുമ്പേ പറഞ്ഞത്, നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, ദൈവത്തിനൊരു ചാൻസ് കൊടുത്തില്ല, ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ ഒരു അവസരം കൊടുത്തില്ല, പിന്നെ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും? ഗിവ് ഗോഡ് എ ചാൻസ്. അപ്പോൾ നമുക്ക് ആ രൂപാന്തരം കാണാൻ സാധിക്കും. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു പോയി. ദൈവം എല്ലായിടത്തുമുണ്ട്. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലൊരിക്കൽ എഴുതി വെച്ചു, ഗോഡ് ഈസ് നോവെയർ, ഗോഡ് ഈസ് നോവെയർ, ദൈവം എങ്ങുമില്ല. ഈ നിരീശ്വരവാദിയുടെ മകൻ ഒരു വിശ്വാസിയായിരുന്നു. ആ പയ്യൻ എന്തോ എന്നറിയാം, അവൻ പോയി അത് തിരുത്തി, ഗോഡ് ഈസ് നൗ ഹിയർ, നോവെയർ എന്നുള്ളത് നൗ ഹിയർ എന്നാക്കി. ദൈവം ഇപ്പോൾ ഇവിടെയുണ്ട്, ദൈവം എല്ലായിടത്തുമുണ്ട്, മനുഷ്യനോടൊപ്പം അവനുണ്ട്, മനുഷ്യനോടൊപ്പം ദൈവത്തിൻ്റെ കൂടാരം. ദൈവത്തിൻ്റെ അംബാസഡർമാരായി, അവൻ്റെ ശുശ്രൂഷകരായി പ്രവർത്തിപ്പാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൗത്യം ഓരോ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവനെന്നും ചോദിക്കുന്നു,
മനുഷ്യനോട് ചോദിക്കുന്നു, കൈനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദിച്ച ചോദ്യമാണ്. വീണ്ടും ആ ചോദ്യം ഇന്നും ആവർത്തിക്കുകയാണ്. നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? സഭ ലോകത്തിൽ നിർത്തിയിരിക്കുന്നത്, ലോകത്തിലായിരിക്കുന്നത് സഭയെ രക്ഷിക്കാൻ വേണ്ടിയല്ല, സഭാ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ല. അതതിൻ്റെ കൂട്ടത്തിലുള്ള കാര്യമാണ്. എന്നാൽ അതിനൊക്കെ അധികമായി സഭ ലോകത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ദൗത്യം ഏൽപ്പിച്ച് സഭയെ ലോകത്തിൽ ദൈവം ആക്കിയിരിക്കുകയാണ്. പ്രസംഗിക്കേണ്ടതിനും തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും രോഗികളെ സൗഖ്യമാക്കേണ്ടതിനും താൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. വലിയൊരു ദൗത്യമാണ് അവരെ ഏൽപ്പിച്ചത്. ആ ദൗത്യം സഭയും തുടർന്നുകൊണ്ടിരിക്കണം. ആ വലിയ ഒരു പ്രത്യാശയിലാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വലിയൊരു ആശുപത്രിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. അവിടെ ഒരു മിഷണറി ഡോക്ടറായി വന്ന ശുശ്രൂഷകനുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലേക്ക് ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. ഒരു ദിവസം ഒരു ഗ്രാമീണ സ്ത്രീയുടെ പ്രസവ സമയമെടുത്തു. ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീകളെ ശുശ്രൂഷിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇദ്ദേഹം ഒരു പുരുഷ ഡോക്ടറായതുകൊണ്ട് ആ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസത്തെ വാർത്ത, വേണ്ട ചികിത്സ ലഭിക്കാതെ പ്രസവത്തോടുകൂടി ആ സ്ത്രീ മരിച്ചു എന്നാണ്. ഈ ഡോക്ടറുടെ മകൾ വെല്ലൂരെന്നുണ്ട്, ഐഡാസ് കഡർ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്, പെൺകുട്ടിയുടെ പേര്. തൻ്റെ അപ്പൻ്റെ ശുശ്രൂഷ ദർശിച്ച അവൾ തീരുമാനിച്ചു, ഞാനും ഒരു മെഡിക്കൽ ഡോക്ടറായിത്തീരും. സ്ത്രീകളുടെ ശുശ്രൂഷയ്ക്കായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഐഡാസ് കഡർ പിന്നീട് മെഡിക്കൽ സയൻസ് പഠിച്ചു. അവരൊരു ഡോക്ടറായിത്തീർന്നു. വെല്ലൂർ മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ചരിത്രം അതാണ്. സാഹചര്യങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ, സമൂഹത്തിൻ്റെ ആവശ്യം നമ്മെ മാടി വിളിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ നാം ആ വെല്ലുവിളികളെ ഏറ്റെടുക്കുക. ചരിത്രം തിരുത്തി കുറിക്കുന്ന വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആത്മീയത നമ്മെ അയക്കുന്നവനായൊരു ദൈവത്തെയാണ് കാണുന്നത്. ഒരു ആത്മീയ വിപ്ലവത്തിന് വേണ്ടി ഒരുക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ദൈവം നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതെന്നാൽ മതത്തിൻ്റെ ചില ഉപദേശങ്ങൾക്ക് അടിമപ്പെട്ടതല്ല. പ്രായോഗിക ജീവിതത്തിൽ ശുശ്രൂഷയുടെ, സേവനത്തിൻ്റെ, കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, സന്തോഷത്തോടെ നാം മുന്നേറുക. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതാ നിരപ്പിൻ്റെ വചനത്തിൻ്റെ കാര്യവിചാരകരായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു മനുഷ്യരുടെ 2 കൊരിന്ത്യർ 5:16 ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, മനുഷ്യരുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം. മറ്റു മനുഷ്യരെ സുവിശേഷം അറിയിക്കേണ്ട, ദൈവരാജ്യ സന്ദേശം അറിയിക്കേണ്ട ചുമതല. 3 നാം കണ്ടു നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു കാര്യവിചാരകത്വം. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക്, ആയുസിൻ്റെ കണക്ക്, നമ്മുടെ ആയുസ് കൊണ്ട്, ജീവിതം കൊണ്ട് നാം എന്ത് നേടി, എന്ത് ചെയ്തു, അതിൻ്റെ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നാം കേട്ടപ്പോൾ ഇതിനപ്പുറമായൊരു പ്രത്യാശ നമുക്കുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഈ അധ്യായം തുടങ്ങുന്നതിനെ ആ ഒരു പ്രത്യാശയോടുകൂടിയാണ്. 2 കൊരിന്ത്യർ 5:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നതാ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒന്ന് ഞങ്ങൾക്ക് നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ട്. 6 വാക്യത്തിൽ വരുമ്പോൾ, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളാകുവാൻ ആയിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ദർശനമാണ്. കൂടാരമായ ഭൗമഭവനം, ഈ ലോകത്തിനപ്പുറമായിട്ടൊരു പ്രത്യാശ, ഒരു വലിയ ദർശനം ലഭിക്കുന്നു വിശ്വാസികൾക്ക്. ഇവിടുത്തെ ലോകം ശാശ്വതമല്ല, അന്യരാണ്, പരദേശികളാണ്. എന്നാൽ ഇതിനപ്പുറമായിട്ടൊരു രാജ്യം ദൈവം ഒരുക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ
പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ പ്രത്യാശയാണ് വീണ്ടും ഇവിടെ കാണുന്നത്. നമ്മുടെ ഈ ഭൗമികമായ ശരീരം അഴിഞ്ഞു പോകും, എന്നാൽ ഈ ശരീരം പിന്നെ ചേർക്കപ്പെടുന്നു. ഇതിനപ്പുറമായിട്ടൊരു സ്വർഗരാജ്യം, കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. ഈ പ്രത്യാശയിൽ ജീവിച്ചവരാണ് വിശുദ്ധന്മാരെല്ലാവരും. ബിഷപ്പ് പോളികാർപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കും. സ്മിർണയിലെ ബിഷപ്പായിരുന്നു പോളികാർപ്പ്. അദ്ദേഹം സഭ പീഡിപ്പിക്കപ്പെട്ട സമയത്ത്, ഒന്നാം നൂറ്റാണ്ടിൽ പീഡിപ്പിക്കപ്പെട്ട ഒന്നാം നൂറ്റാണ്ടിൽ, രണ്ടാം നൂറ്റാണ്ടിൽ, മൂന്നാം നൂറ്റാണ്ടിൽ കാലഘട്ടങ്ങളെല്ലാം റോമൻ ചക്രവർത്തിമാരും മറ്റുമൊക്കെ സഭയെ അധികം പീഡിപ്പിച്ച കാലഘട്ടങ്ങളാണ്. സ്മിർണയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ് സഭാവിശ്വാസികളുടെ നിർബന്ധം മൂലം 86 വയസ്സുള്ളവനാണ്. അടുത്തുള്ള മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് പോയി, ഒരു കൃഷിയിടത്തിലേക്ക് പോയി മറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് പല വിശ്വാസികളെയും പിടിച്ച് പീഡിപ്പിക്കുന്നുണ്ട്. ഒരു അടിമ ബാലകനെ പോലീസുകാർ പിടിച്ച് വളരെ പീഡിപ്പിച്ചു. അവനിൽ നിന്ന് വാർത്ത കിട്ടി ബിഷപ്പ് എങ്ങോ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ പോലീസുകാർ അവിടെ ചെന്നു, പോളികാർപ്പിനെ പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് പറഞ്ഞു, അന്ന് റോമൻ ചക്രവർത്തിക്ക് ധൂപം കാട്ടിയാൽ മാത്രം മതി, ധൂപം കത്തിച്ചാൽ മതി, യേശു ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, തനിക്ക് രക്ഷപ്പെടാം. ഒടുവിൽ അദ്ദേഹത്തെ റോമൻ ഗവർണറുടെ അടുത്ത് കൊണ്ടുവന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ശബ്ദം കേട്ടു, ദൈവം തന്നോട് സംസാരിക്കുന്നു, പോളികാർപ്പേ ധൈര്യമായിരിക്കുക, പുരുഷത്വം കാണിക്കുക, ബി സ്ട്രോങ് പോളികാർപ്പ്, ആക്ട് ലൈക്ക് എ മാൻ. ഒരു സന്ദേശം, ശബ്ദം താൻ കേട്ടു. താനിതാ ഗവർണർ മുൻപാകെ കൊണ്ടുവന്നു. അപ്പോൾ ഗവർണർ ചോദിച്ചു, നിങ്ങളുടെ പ്രായത്തെക്കുറിച്ച് അല്പം കരുതൽ വേണ്ടേ? ഹാവ് സം റിഗാർഡ് ഫോർ യുവർ ഏജ്, കിൽ ദി ഏതീസ്. നിരീശ്വരവാദികളെ കൊല്ലുക. അതായത് റോമൻ എംപററെ, ചക്രവർത്തി ആരാധിക്കാത്തവരെല്ലാം നിരീശ്വരവാദികളാണെന്ന് അവർ പറയുന്നു. എന്നാൽ പോളികാർപ്പ് തിരിച്ചു പറഞ്ഞു, നിരീശ്വരവാദികൾ യേശുവിൽ വിശ്വസിക്കാത്തവരാണ്. വീണ്ടും ഗവർണർ പറഞ്ഞു, നീ ഒരു ശബ്ദം മാത്രം ചെയ്താൽ മതി, യേശുവിൽ വിശ്വസിക്കുന്നില്ലെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ നിന്നെ വിട്ടോളാം, യേശുവിനെ തള്ളിപ്പറക, ഞങ്ങൾ നിന്നെ വിട്ടോളാം. പോളികാർപ്പ് പറഞ്ഞു, 86 വർഷക്കാലം ഞാൻ അവനെ സ്നേഹിച്ചു, സേവിച്ചു, അവനെനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ആ യേശുവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? എൻ്റെ ജീവിതം ഞാൻ അവനായിട്ട് സമർപ്പിക്കും, എനിക്ക് മരണത്തെ ഭയമില്ല. പോളികാർപ്പ് ഉറച്ചു നിന്നു. ഒടുവിൽ അദ്ദേഹത്തെ ദഹിപ്പിച്ച് കൊല്ലുന്നതിന് ഉത്തരവിട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം തൂണിനോട് ചേർത്ത് കെട്ടുവാൻ ആജ്ഞ കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ ചേർത്ത് കെട്ടുവൊന്നും വേണ്ട, എന്നെ സ്വതന്ത്രനായിട്ട് വിട്ടേരെ, ഞാൻ നിന്നോളാം. ഇത്ര കാലവും ജീവിപ്പാൻ സഹായിച്ച ദൈവം ഈ തീയെയും സഹിക്കാനുള്ള കഴിവെനിക്ക് തരും. ഒടുവിൽ അദ്ദേഹത്തിന് ചിതയൊരുക്കി, അദ്ദേഹത്തിന് ചിതയ്ക്ക് തീ കൊടുത്തു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി നിന്ന യേശുവിനെ പോലെ പോളികാർപ്പ് ചിതയ്ക്കുള്ളിൽ നിന്നു. താൻ വിശുദ്ധനായ മനുഷ്യനായതുകൊണ്ട് തീജ്വാലകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയില്ല, മാറിപ്പോയി. ഇത് കണ്ടുകൊണ്ട് നിന്ന പട്ടാളക്കാർക്ക് ആകെ വേവലാതിയായി. എങ്ങനെയും ഇദ്ദേഹത്തെ മരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് നോക്കി നിന്നിരുന്ന പട്ടാളക്കാരനൊരു കുന്തമൂരി അദ്ദേഹത്തെ കുത്തിക്കൊന്നു. ഒടുവിൽ സ്മിർണയിലെ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ ശരീരം ദഹിപ്പിച്ച ശേഷം എല്ലുകൾ വിശുദ്ധമായി സൂക്ഷിച്ചു വെച്ചു. പോളികാർപ്പ് വിശ്വാസവീരനായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ക്രൂശിലെ മരണത്തോളം അവസാനത്തോളം സഹിച്ചു നിന്ന് ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റിയ ഇങ്ങനെയുള്ള എത്രയെത്ര വിശുദ്ധന്മാരെ നമുക്ക് കാണാം. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം ഒരു വെറും ഉട്ടോപ്യ അല്ല. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് നടന്നേക്കാം എന്ന ഒരു ചെറിയ ആശയം മാത്രമല്ല, മറിച്ച് ഒരു ഉറപ്പാണ്. ദൈവം തൻ്റെ ജനത്തിന് ക്രിസ്തു മൂലം പ്രത്യാശയുടെ വാഗ്ദത്തത്തിൻ്റെ നാട് ഒരുക്കിയിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, തങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ അവകാശികളായി അവരെ മാറ്റിയിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, ഞങ്ങളെ ഒരുക്കിയിരിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വി ഹാവ് ദ കോൺഫിഡൻസ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് ലോകത്തെ ജയിപ്പാൻ, മരണത്തെ അഭിമുഖീകരിക്കാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. എന്നാൽ യേശു ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പുതിയ മനുഷ്യനെ ലോകത്ത് വാർത്തുണ്ടാക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ പദ്ധതിയാണ്.
നാം ഇവിടെ വായിച്ച 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. പുതു സൃഷ്ടികൾ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ സുവിശേഷത്തിൻ്റെ കാര്യവിചാരകത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ മറ്റു മനുഷ്യരുടെ കാര്യവിചാരകത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ, ഇരുണ്ട ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷ വെളിച്ചവുമായി പോയ ഒരു വലിയ മിഷണറി വീരനാണ്. 1873 അദ്ദേഹം ആഫ്രിക്കയിൽ വെച്ച് മരിക്കുന്നത്. അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഭയുടെ ആർച്ച് ബിഷപ്പ് ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലേക്ക് പോകുമെന്ന മിഷണറി ആഹ്വാനം ശ്രമിച്ച ആളാണ്. 1862 18 വർഷക്കാലം തന്നോട് ജീവിച്ച പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഭാര്യ മരിച്ചു. ആ സമയത്ത് തൻ്റെ മകന് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു കത്തെഴുതുകയാണ്. ഓർവെൽ, ഞാനും പലപ്പോഴും മരിച്ചാൽ തരക്കേടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ നിന്നോട് ചുടുകണ്ണീരോടുകൂടി കത്തെഴുതുകയാണ്. നിന്റെ അമ്മ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. ഈ ദുഃഖവാർത്ത അറിയിക്കുന്നതിൽ എനിക്ക് ഹൃദയഭാരമുണ്ട്. നിന്റെ വാത്സല്യ മാതാവ് കഴിഞ്ഞ രാത്രിയിൽ കടന്നുപോയി. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ രാവും പകലും ഞാൻ അവളെ ശുശ്രൂഷിക്കുകയായിരുന്നു. 18 വർഷം അവൾ എൻ്റെ സഖിയായിരുന്നു. നിന്നെ എത്രമാത്രം അവൾ സ്നേഹിച്ചിരുന്നു എന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. എന്നാലിപ്പോൾ അവൾ നിന്നെ കാത്ത് സ്വർഗത്തിൽ കാത്തിരിക്കുന്നു. ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ ഇരുണ്ട ഭൂഖണ്ഡത്തെ പ്രകാശമാനമാക്കുവാൻ പോയ ഡേവിഡ് ലിവിങ്സ്റ്റൺ ലോകത്തിനിന്നും ഒരു വെല്ലുവിളിയാണ്. ഏത് പ്രതികൂലത്തെയും അഭിമുഖീകരിക്കുവാൻ തനിക്ക് ശക്തി നൽകിയത് സുവിശേഷത്തിൻ്റെ കാര്യവിചാരകത്വം താൻ ഏറ്റെടുത്തുകൊണ്ടാണ്. ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ വീണ്ടെടുപ്പിനായി, അവരുടെ രക്ഷയ്ക്കായി, അവരുടെ വീണ്ടെടുപ്പിനായി, അവരുടെ അഭിവൃദ്ധിക്കായി ഒരു ജീവിതത്തെ സമർപ്പിച്ചതുകൊണ്ട് ആ ദേശമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. സുവിശേഷ നിമിത്തം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാനുള്ളൊരു ദിവസം നമുക്കുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ ഉറപ്പാണ് പൗലോസ്ലീഹായ്ക്കുള്ളത്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മരണത്തെക്കുറിച്ച് ഭയമില്ല, ജീവിതത്തെക്കുറിച്ചൊരു ദർശനമുണ്ട്. താൻ എന്തിനു വേണ്ടി, ഏതിനു വേണ്ടി പോരാടുന്നു, ഏതിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് പൗലോസിനുണ്ടായിരുന്നു. ആ വലിയ ദൗത്യം തൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ മതിയായതായിരുന്നു. മാറ്റമില്ലാത്ത ദൈവകൃപയിൽ ആശ്രയിച്ച് പൗലോസ് തൻ്റെ ജീവിതയോട്ടമോടി. വിശുദ്ധ പൗലോസ് വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കുന്നു. നമുക്കും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ദൗത്യത്തിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കാലാകാലങ്ങളിൽ അവിടുന്ന് വിശുദ്ധന്മാരെ വിളിക്കുകയും ദൗത്യങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിനാകിയ സ്തോത്രം. അവിടുന്ന് ഉന്നതമായ ദർശനത്തിൽ നിന്റെ ജനത്തെ നയിച്ചവനാകുന്നു. ഈ കാലഘട്ടത്തിലും സുവിശേഷ നിമിത്തം, ദൈവരായ നിമിത്തം അത്ഭുതകരമായ വലിയ കാര്യങ്ങൾക്കായി സമർപ്പിക്കുവാൻ ഒരു വലിയ ജനതയെ അവിടുന്ന് ഉണർത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനോട് വയലിലേക്ക് വേലക്കാരെ അയക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. നീ വലിയ കാര്യങ്ങൾ, അത്ഭുത കാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ മതിയായവനായി ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ തിരുനാമത്തിൽ തന്നെ. ആമേൻ.